ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഏപ്രിൽ 1-ാം തീയതിയാണ് 2015 ബുധനാഴ്ച 1190 മീനമാസം 18-ാം തീയതി. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ ഹൈക്കോടതി വിധിയെക്കുറിച്ചാണ്. ഇനി 24 ബാറുകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിധിയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ അനുമതി നൽകിയിട്ടുള്ളൂ. അപ്പോൾ നോക്കാം, ആ വാർത്തയിലേക്ക് ഒന്ന് കിടക്കാം. ഇനി 24 ബാർ മാത്രം. മദ്യനയം ഹൈക്കോടതി ശരിവെച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലിനു മാത്രം ബാർ മതി എന്ന സർക്കാർ നിലപാടിന് അംഗീകാരം. മദ്യം മൗലികാവകാശമല്ലെന്ന് കോടതി. വിധിയെ തുടർന്ന് 300 ബാറുകൾ പൂട്ടി എന്ന് പറഞ്ഞിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് കിടക്കാം. പഞ്ചനക്ഷത്ര ഹോട്ടലിന് മാത്രം ബാർ മതി എന്ന സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഇതോടെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ ബലത്തിൽ പ്രവർത്തിച്ചിരുന്ന 300 ബാറുകൾ ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് പൂട്ടിയെന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ രാത്രി തന്നെ പൂട്ടി. കേരളത്തിലെ 24 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ ബുധനാഴ്ച മുഴുവൻ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് ഏപ്രിൽ 1 മുതൽ, ഇന്ന് മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. മദ്യം മൗലികാവകാശമല്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസുമാരായ KT ശങ്കരനും ബാബു മാത്യു P ജോസഫും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മദ്യനയത്തിൽ അപാകമില്ലെന്ന് വിധിച്ചത്. മദ്യനയത്തെയും വിദേശ മദ്യചട്ടത്തിലെ ഭേദഗതിയെയും ചോദ്യം ചെയ്ത് ബാർ ഉടമകൾ നൽകിയ അപ്പീലുകൾ കോടതി തള്ളിയെന്നും പറയുന്നുണ്ട്. ചർദു നക്ഷത്ര, അതായത് 4 സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും ബാർ അനുമതി നൽകണമെന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചനക്ഷത്രത്തിന് സമാനമാണ് ചതുർ നക്ഷത്രവും ഹെറിറ്റേജും എന്ന് കരുതാനാവില്ല. വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൂറിസം മന്ത്രാലയമാണ് ബാറുകൾക്ക് സ്റ്റാർ പദവി നൽകുന്നത്. അതായത് 4 സ്റ്റാറും 5 സ്റ്റാറും തമ്മിൽ അധികം വ്യത്യാസമില്ല എന്നൊരു വാദമുണ്ടായിരുന്നു. പക്ഷേ രണ്ടും രണ്ടാണെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് കേരളത്തിൽ ഇനി 5 ജില്ലകളിൽ ബാറുകൾ ഉണ്ടാവില്ല എന്ന് മനോരമ കൊടുത്തിട്ടുണ്ട്. ബാർ ഇല്ലാതെ 5 ജില്ലകൾ. സംസ്ഥാനത്ത് ഇനി ബാറുകൾ പ്രവർത്തിക്കുക 24 പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രം. കണ്ണൂർ, വയനാട്, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട ഈ ജില്ലകളിൽ ഇനി മുതൽ ബാറുകളേ ഇല്ല. ബാറുകൾ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂട്ടിയതിലേറെയും 3 സ്റ്റാർ ഹോട്ടലുകളാണെന്ന് പറയുന്നുണ്ട്. സർക്കാരിൻ്റെ മദ്യനയം ഹൈക്കോടതി ശരിവെച്ചതോടെ ഇന്നലെ രാത്രി പൂട്ടുവീണത് സംസ്ഥാനത്തെ 300 ബാറുകൾക്ക്. രാത്രി 10:00 തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ പൂട്ടി മുദ്ര വെച്ചു. 4 സ്റ്റാർ, അതായത് 33 4 സ്റ്റാറുകളും 231 3 സ്റ്റാറുകളും 16 2 സ്റ്റാറുകളും 8 ഹെറിറ്റേജ്, 4 ക്ലാസിഫൈഡ് റെസ്റ്റോറൻറ്റ്, 8 സ്റ്റാർ പദവി ഇല്ലാത്തത്. ഇതൊക്കെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാത്രി പൂട്ടിയത്. ഇനി എന്തായാലും 24 ബാറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് യമനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ഇന്ത്യൻ കപ്പൽ ഏഡനിൽ അനുമതി കാത്ത വിമാനവും എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോൻ്റെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രതീക്ഷ തിളക്കം തീമഴയ്ക്കും മീതെ എന്ന് പറയുന്നതാണ്. ഒരു ചെറിയൊരു കുട്ടി എന്താ പറയുക, സനയിൽ വ്യോമാക്രമണത്തിൽ നാശനഷ്ടമുണ്ടായ വീടിൻ്റെ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണല്ലേ. ശരിക്കും ദയനീയമായിട്ടുള്ളതെന്ന് തന്നെ പറയാം നമുക്ക്. അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയുണ്ട്. സംഘർഷം രൂക്ഷമായ യമനിൽ ഏഡൻ തുറമുഖത്തേക്ക് ഇന്ത്യൻ കപ്പലിന് പ്രവേശന അനുമതി ലഭിച്ചു. ഇതോടെ ഏഡനിൽ കുടുങ്ങിക്കിടക്കുന്ന 400ഓളം പേരെ ഒഴിപ്പിക്കലിനുള്ള ആദ്യ നടപടികൾ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. യമനിലെ വിവിധ ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന 4000ഓളം ഇന്ത്യക്കാരിൽ 70% മലയാളികളാണെന്നും സൂചനയുണ്ട്. ഏഡനിലുള്ളവരെ ജിബൂട്ടിയിലെത്തിക്കാൻ നാവികസേനയുടെ INS സുമിത്ര എന്ന കപ്പലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏഡൻ ഉൾക്കടലിലെ സുരക്ഷാ നിരീക്ഷണം പാതി വഴി ഉപേക്ഷിച്ചാണ് കപ്പൽ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയതുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്കാരെയും മലയാളികളെ എല്ലാവരും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ റൺവേ അടച്ചിടുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിടുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി. കേന്ദ്ര വ്യോമയാന സെക്രട്ടറി സോമസുന്ദരം MK രാഘവൻ MP അറിയിച്ചതാണിത്. അതുപോലെ തന്നെ വിമാനത്താവളങ്ങളുടെ ചുമതലയുള്ള മന്ത്രി K ബാബുവും MK രാഘവനും നേരത്തെ വ്യോമയാന മന്ത്രി ഗജപതി രാജുവുമായി കോഴിക്കോട് വിമാനത്താവള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര സർവീസ് ഉൾപ്പെടെ ആഴ്ചയിൽ 162 വിമാനങ്ങൾ കോഴിക്കോട് നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. അവയിൽ 26 സർവീസുകൾ 6 മാസത്തേക്ക് കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് കൊണ്ടുമാണ് ഈ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റിയത് എന്നുള്ള വിശദീകരണവും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് ഹൈക്കോടതിയിലേക്ക് 7 ജഡ്ജിമാർ കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ആ ജഡ്ജിമാരുടെ എല്ലാവരുടെയും ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ 7 ജഡ്ജിമാരിൽ 2 വനിതകളുണ്ട്. നിയമന ഉത്തരവ് ഉടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഹൈക്കോടതിയിൽ 7 ജഡ്ജിമാരുടെ നിയമനത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകി.
4 ജുഡീഷ്യൽ ഓഫീസർമാരെയും 3 അഭിഭാഷകന്മാരെയുമാണ് നിയമിക്കുന്നത്. അഭിഭാഷകരുടെ പ്രായ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതിയുടെ നിയമന വാറന്റ് പിന്നീട് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് 7 ജഡ്ജിമാര്: ബി സുധീന്ദ്രകുമാർ, സുനിൽ തോമസ്, കെ പി ജ്യോതീന്ദ്രനാഥ്, മേരി ജോസഫ്, രാജ വിജയരാഘവൻ, ഷാജി പി ചാലി, അനു ശിവരാമൻ എന്നിവരാണ് ഹൈക്കോടതിയിലേക്കുള്ള 7 ജഡ്ജിമാർ. ഇതും മറ്റൊരു വാർത്തയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഫ്രണ്ട് പേജിലെ വാർത്തകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. ഇനി എഡിറ്റോറിയൽ പേജിൽ ഇന്നത്തെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പേപ്പറിൽ കാണുകയുണ്ടായി, ചെലവ് ചുരുക്കി എന്ന് പറഞ്ഞിട്ട് ദേശീയ ഗെയിംസിന്, അതായത് ചെലവ് ചുരുക്കി ഒത്തിരി ലാഭം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കേരളത്തിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസ്. അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വൃഥാ വിവാദങ്ങളെ നാട് കടത്താം എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. ചെലവ് ചുരുക്കി ലാഭമുണ്ടാക്കി ദേശീയ ഗെയിംസിന്റെ ചുട്ട മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. വിചിത്രമായ വാദങ്ങളും അന്തമില്ലാത്ത വിവാദങ്ങളും കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നാം ചോദിക്കാൻ തുടങ്ങിയിട്ട് തന്നെ നാളേറെയായി. അനന്ത സാധ്യതകളുടേതാണ് കേരളത്തിന്റെ മണ്ണും മനസ്സും എന്നിരിക്കെ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ ഓടിയെത്താൻ നമുക്ക് കഴിയാത്തതിന്റെ മുഖ്യ കാരണവും മറ്റൊന്നുമല്ല. ഈ നാട്ടിൽ നിന്ന് കുരുമുളക് വള്ളികൾ വിദേശികൾ കൊണ്ടുപോയാലും നമ്മുടെ തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാനാവില്ലെന്ന് ഒരിക്കൽ സാമൂതിരിക്ക് പറയാൻ സാധിച്ച ആ ആത്മവിശ്വാസം ഇന്നത്തെ മലയാളിക്കുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. വിവാദത്തിൽ അഭിരമിക്കാൻ വേണ്ടി തെളിയും മുമ്പ് ഊതിക്കെടുത്താനായുന്ന മലയാളി മനസ്സിന് ചുട്ട മറുപടി നൽകുകയാണ് ചെലവ് ചുരുക്കി ലാഭമുണ്ടാക്കിയ ദേശീയ ഗെയിംസ് മാതൃക എന്ന് പറയുന്നുണ്ട്. ആതിഥേയരെന്ന നിലയിൽ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും പകർന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദേശീയ ഗെയിംസ് സമാപിച്ചത്. പക്ഷേ ഗെയിംസ് തുടങ്ങുന്നതിന് മുൻപേ വിവാദങ്ങളുടെ ട്രാക്കിൽ ഓടാനാണ് പലരും ശ്രമിച്ചത്. ഗെയിംസിന്റെ സംഘാടനത്തെയും ആസൂത്രണത്തെയും ചൊല്ലി എത്രയോ വിവാദങ്ങളുണ്ടായി. ധൂർത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയും ആരോപണങ്ങളുണ്ടായി. മേളയുടെ ശോഭ കൊടുത്താൻ നാം തന്നെ മത്സരിക്കുകയാണോ എന്നുവരെ തോന്നിപ്പിക്കുമാറ് കരിവാക്കുകൾ ഇവിടെ എങ്ങും നിറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ് അല്ലെ. ദേശീയ ഗെയിംസ് നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ ഗെയിംസിനെ കുറിച്ച് നമ്മൾ തന്നെ വിവാദങ്ങൾ ഉയർത്തി പറയുമ്പോൾ അതൊരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അല്ലെ. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ദേശീയ ഗെയിംസിന് ചുട്ട മറുപടി എന്ന നിലയ്ക്കാണ് മലയാള മനോരമ ഈ ലേഖനം ഇന്ന് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സ്പോർട്സ് പേജിലേക്ക് അടക്കാം. സ്പോർട്സ് പേജിൽ ലോകകപ്പിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് വരാൻ പോകുന്ന IPLന്റെ വിശേഷങ്ങളാണ്. ഇനി ഒരാഴ്ചയും കൂടെയുള്ളൂ IPLിലേക്ക്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ പത്രത്തിലെയും പ്രധാനപ്പെട്ട സ്പോർട്സ് ന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. IPL പൂരം ഇനി ഒരാഴ്ച എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ് മനോരമ ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലോകകപ്പ് ക്രിക്കറ്റ് ലീഗിന്റെ ആവേശം അടങ്ങും മുൻപേ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് കൊടിയേറുന്നു. ലോകകപ്പിൽ വിവിധ ടീമുകൾക്കായി തിളങ്ങിയവരെ ഒരേ ജേഴ്സിയിൽ കാണാം. ഏപ്രിൽ 8 മുതൽ മെയ് 24 വരെയാണ് ക്രിക്കറ്റിന്റെ ചെറുപൂരം. 8 ടീമുകൾ, 60 മത്സരങ്ങൾ. ജബൽപൂരും റായ്പൂരും അടക്കം ഇന്ത്യയിലെ 12 നഗരങ്ങളാണ് വേദികൾ. ഫൈനൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. IPLിൽ മാറ്റുരയ്ക്കുന്ന 8 ടീമുകളിലൂടെ എന്ന് പറഞ്ഞിട്ട് ആ 8 ടീമിന്റെ പേരും അതുപോലെ തന്നെ അവരുടെ ഹോം ഗ്രൗണ്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ, അവരുടെ മുൻ പ്രകടനം അങ്ങനെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട്. നമുക്ക് ആ ടീമുകളുടെ പേരൊന്ന് വായിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ധോണി, അതുപോലെ തന്നെ ബ്രണ്ടൻ മക്കല്ലം, പിന്നെ അതുപോലെ തന്നെ മോഹിത് ശർമ്മ, സുരേഷ് റെയ്ന, അതുപോലെ ഡുപ്ലസി, ഇവരൊക്കെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് വരുന്നത്. ഇവർ 2010-ലും 2011-ലും ചാമ്പ്യന്മാരായിരുന്നു. അതുപോലെ തന്നെ ഡൽഹി ഡെയർ ഡെവിൾസിലെ പ്രധാന താരങ്ങൾ യുവരാജ് സിംഗ്, സഹീർ ഖാൻ തുടങ്ങിയവരൊക്കെയാണ്. കിങ്സ് 11 പഞ്ചാബാണ് മറ്റൊരു ടീം. അവരുടെ താരങ്ങൾ എന്ന് പറയുന്നത് വീരേന്ദർ സെവാഗ്, അതുപോലെ തന്നെ ഡേവിസ് മില്ലർ, അതുപോലെ ഗ്ലെൻ മാക്സ്വെൽ, മിച്ചൽ ജോൺസൺ, ഇവരൊക്കെയാണ്. മിച്ചൽ ജോൺസന്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കൂടെയാണ് കിങ്സ് 11 പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇതിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഗൗതം ഗംഭീർ, മോൺ മോർക്കൽ, അതുപോലെ തന്നെ യൂസഫ് പത്താൻ, മനീഷ് പാണ്ഡെ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന താരങ്ങളായിട്ട് രോഹിത് ശർമ്മ, അതുപോലെ തന്നെ മലിംഗ, ആരോൺ ഫിഞ്ച്, അവരൊക്കെയാണ് പ്രധാന താരങ്ങൾ മുംബൈ ഇന്ത്യൻസിന്റെ. രാജസ്ഥാൻ റോയൽസിലെ പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് ഷെയ്ൻ വാട്സൺ, അജിങ്ക്യ രഹാനെ, ജെയിംസ് ഫോക്നർ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഇനി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ പ്രധാന താരങ്ങൾ നമ്മുടെ വിവാദ നായകനായ വിരാട് കോഹ്ലിയാണ്. അതുപോലെ തന്നെ AB ഡിവിലിയേഴ്സ് ഉണ്ട്, ക്രിസ് ഗെയിൽ ഉണ്ട്, മിച്ചൽ സ്റ്റാർക്ക് ഉണ്ട്, ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് ഉണ്ട് റോയൽ ചലഞ്ചേഴ്സിൽ. ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെ പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് ശിഖർ ധവാൻ ഉണ്ട്, അതുപോലെ ഡെയിൽ സ്റ്റെയിൻ ഉണ്ട്, ഡേവിഡ് വാർണർ ഉണ്ട്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് വീണ്ടും വിവ ബ്രസീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. കോപ്പ അമേരിക്കയ്ക്ക് മുൻപ് ഡൂഗയ്ക്ക് കീഴിൽ ബ്രസീലിന് വിജയ തുടർച്ച എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത. നമുക്ക് നോക്കാം.
ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ദാവൂദ് എന്ന് പറയുന്ന ലേഖനാണ്. പാരീസ് ഒരിക്കലും ബ്രസീലിന് റൊമാൻറ്റിക് നഗരമല്ല. 1998 ജൂലൈ 12 ലോകകപ്പ് ഫൈനൽ രാത്രിയും സിനദിൻ സിദാനെയും അവർക്ക് മറക്കാനുമാകില്ല. കഴിഞ്ഞ വാരം സൗഹൃദ മത്സരത്തിൽ ഫ്രാൻസിനെ 3-1 തോൽപ്പിച്ചതിലൂടെ ഡൂങ്ക ആ മുറിവിൽ വേദന കുറയ്ക്കാനുള്ള മരുന്ന് പുരട്ടിയിരുന്നു. ലോകകപ്പ് സെമിയിൽ ജർമ്മനിയോട് 7-1 നാണം കെട്ട് പുറത്തായതിനു ശേഷം ഡൂങ്കയ്ക്ക് കീഴിൽ തുടർച്ചയായ 7ാം ജയമായിരുന്നു അത്. ബ്രസീൽ വീണ്ടും വിജയം ശീലമാക്കിയിരിക്കുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിന്റെ വിജയത്തെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് വെട്ടോറി ഏകദിനത്തോടെ വിട പറഞ്ഞു എന്നൊരു വാർത്തയാണ്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ന്യൂസിലൻഡ് താരം ഡാനിയൽ വെട്ടോറി ഏകദിന ക്രിക്കറ്റിനോട് വിട ചൊല്ലി. മികച്ച പ്രകടനത്തോടെ ടീമിനെ ലോകകപ്പ് ഫൈനലിസ്റ്റുകളാക്കിയതിനു ശേഷമാണ് 36-കാരനായ വെട്ടോറിയുടെ വിടവാങ്ങൽ. അദ്ദേഹത്തിന്റെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ന്യൂസിലാൻഡിനായി ഏറ്റവും കൂടുതൽ ഏകദിനങ്ങൾ കളിച്ച അദ്ദേഹം 295 മത്സരങ്ങളിൽ 305 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ലോകകപ്പുകൾ കളിച്ചിട്ടുണ്ട് ഇദ്ദേഹം. 32 മത്സരങ്ങളിൽ നിന്നായിട്ട് 36 വിക്കറ്റുമാണ് വെട്ടോറി കരസ്ഥമാക്കിയിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും ഏകദിനത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഗൾഫ് വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. ഗൾഫ് വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്കറിയാം. ഒരു പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തയായിട്ടുള്ളത് കേരളം ഉടനെ ഡിജിറ്റൽ സംസ്ഥാനമാകും എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്തയാണ്. അദ്ദേഹം ദുബായിൽ വന്നപ്പോൾ ഉള്ള പ്രസംഗത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ഏതാനും ദിവസത്തിനുള്ളിൽ കേരളം പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന വിശേഷണത്തിന് അർഹമാകുമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ദുബായിൽ നടക്കുന്ന UAE ഗവൺമെന്റിന്റെ ആഗോള നിക്ഷേപ സംഗമത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എല്ലാ ജില്ലകളും ഡിസ്ട്രിക്ട് എന്ന പദവി നേടിക്കഴിഞ്ഞു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന പദവിയിലേക്കുള്ള വളർച്ച. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എല്ലാ രംഗത്തും ഇന്ന് പ്രകടമാണ് എന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ കാണുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായിലെ ആഗോള നിക്ഷേപ സംഗമത്തിൽ പ്രസംഗിക്കുന്നതിനൊരു ഫോട്ടോ ആണ്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് UAE ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അവധിക്കാലം കഴിഞ്ഞ് UAE വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കുന്നു. ഒരു ഫോട്ടോ ഉണ്ട്, കുട്ടികൾ സ്കൂൾ ബാഗും യൂണിഫോമും ഒക്കെ ഇട്ട് വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ ബസ്സിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണിത്. വാർഷിക പരീക്ഷ കഴിഞ്ഞുള്ള അവധി ദിനങ്ങളുടെ ഉല്ലാസങ്ങൾക്ക് ശേഷം കുരുന്നുകൾ വീണ്ടും ബാഗും തൂക്കി സ്കൂളിലേക്ക്. അധ്യയന വർഷത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായ ഏപ്രിൽ 1 അതായത് ഇന്ന് ബുധനാഴ്ച പുതിയ പുസ്തകങ്ങളും യൂണിഫോമുകളും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ എത്തുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ. അതൊരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ ഷാർജ പോലീസ് ബോധവൽക്കരണം ആരംഭിച്ചു. അതായത് വ്യാജ പോലീസിനെ തിരിച്ചറിയാനുള്ള ബോധവൽക്കരണം ഷാർജ പോലീസ് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. പോലീസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൈക്കലാക്കുന്നവരെ തിരിച്ചറിയാനായി ഷാർജ പോലീസ് ബോധവൽക്കരണം ആരംഭിച്ചു. എമിറേറ്റിലെ വ്യവസായ മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരക്കാൾ പ്രധാനമായും തട്ടിപ്പ് നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. വ്യാജ കാർഡ് കാണിച്ച് തങ്ങൾ പോലീസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വേവലാതിയിലാകുന്ന തൊഴിലാളികളെയും മറ്റും ചോദിക്കുമ്പോൾ തന്നെ പണം, മൊബൈൽ ഫോൺ തുടങ്ങിയവയെല്ലാം തട്ടിപ്പുകാർക്ക് കൊടുക്കുകയാണ് പതിവ്. എന്നാൽ യഥാർത്ഥ പോലീസുകാർ ഒരിക്കലും ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് ഷാർജ പോലീസ് ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഡയറക്ടർ ജനറൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് പേപ്പർ ബില്ലുകൾക്ക് വിട, ദീപയ്ക്ക് ഇന്നു മുതൽ ഗ്രീൻ ബില്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റി അതായത് ദീപയുടെ ഉപഭോക്താക്കൾക്ക് അയക്കുന്ന പേപ്പർ ബില്ലുകൾ ഏപ്രിൽ 1 മുതൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. ദീപയിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഗ്രീൻ ബില്ലുകൾ എന്നറിയപ്പെടുന്ന ഈ ബില്ലുകൾ ഇമെയിൽ വഴി അയച്ചു തുടങ്ങും. ഇനി തൊട്ട് പേപ്പർ ബില്ലുകൾ ഉണ്ടാവില്ല കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതോടെ രജിസ്റ്റർ ചെയ്ത 85% ഉപഭോക്താക്കൾക്കും ഏപ്രിൽ 1 മുതൽ ഗ്രീൻ ബില്ലുകൾ ലഭിച്ചു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തം ദീപ ഉപഭോക്താക്കളായ 7,18,118 ആളുകളിൽ 6,06,501 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കി 15% ആൾക്കാർ ദീപയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ബില്ലുകൾ അയക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു വാർത്ത, വേനൽ ഇത്തവണ നേരത്തെ, ഒമാനിൽ കൊടും ചൂടിന് സാധ്യത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. ഈ വേനൽക്കാലത്ത് ഒമാനിൽ ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
വേനൽ എത്തുന്നതിന് മുൻപേ തന്നെ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂട് 40 ഡിഗ്രി കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചൂടുകാലം തുടങ്ങിയിട്ടുള്ള അപ്പോൾ തന്നെ 40 ഡിഗ്രി കടക്കുക എന്ന് പറയുമ്പോൾ ശരിയാണ്, കൊടും വേനൽ തന്നെയാണ് അല്ലേ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ദുബായിൽ മൂടൽ മഞ്ഞ് തുടരുന്നു എന്നൊരു വാർത്തയുണ്ട്. അതിനോടൊപ്പം തന്നെ അപകടങ്ങളും കൂടുകയാണ്. മുന്നറിയിപ്പുമായിട്ട് പോലീസ് ഉണ്ടെന്ന് പറയുന്ന വാർത്തയാണ്. UAE-യിൽ പുലർച്ചെ തുടർച്ചയായി അനുഭവപ്പെടുന്ന മൂടൽ മഞ്ഞ് നിത്യേന നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തിറങ്ങി. മൂടൽമഞ്ഞ് ദൂരക്കാഴ്ച കുറയ്ക്കുന്നത് കാരണം അനവധി വാഹന അപകടങ്ങളാണ് UAE-യിലെ റോഡുകളിൽ ഉണ്ടായത്. എന്തായാലും വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർ പുലർച്ചെയൊക്കെ ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ഡ്രൈവ് ചെയ്യാം കേട്ടോ. കാരണം മൂടൽമഞ്ഞ് ഉണ്ടെങ്കിൽ കാഴ്ച മറയുമോ നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് പതുക്കെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വാർത്തകളും അതുപോലെ തന്നെ ഗൾഫ് വിശേഷങ്ങളും IPL-ന്റെ വിശേഷങ്ങളും എല്ലാം നമ്മൾ പങ്കുവച്ചു. ഇനി അടുത്തതായിട്ട് ഗോൾഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്, രാവിലത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 16 രൂപ 96 പൈസയാണ് കേട്ടോ. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 143 ദിർഹം 75 ഫിൽസ് ആണ് ഇന്നത്തെ രാവിലത്തെ റേറ്റ്. ഇന്നലെ അവസാനിച്ചപ്പോൾ ഇന്നലെ വൈകിട്ടും ഇതേ സെയിം റേറ്റ് തന്നെയായിരുന്നു, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 136 ദിർഹം 50 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റ്. അപ്പോൾ അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഹലോ ഗുഡ് മോർണിംഗിൻ്റെ സമയം കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, ഇന്ന് ഏപ്രിൽ 1 ഇനിയും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്കോ. ഇനിയെങ്കിലും ആരെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ പതിയെ പോലെ പറയാറുള്ള പോലെ തന്നെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതേ സമയം 9 മുതൽ 10 മണി വരെ ഹലോ ഗുഡ് മോർണിംഗിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.